ആരെ കൊന്നിട്ടും പീഡിപ്പിച്ചിട്ടും എന്ത് വൃത്തികെട്ട പരിപാടി ചെയ്തിട്ടും ജയിലിൽ പോയാൽ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ചിക്കൻ, മട്ടൻ, മുട്ട, ബീഫ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തെല്ലാം ആഹാരങ്ങളാണ് കിട്ടുക. നമുക്കറിയാം ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരുത്തൻ ഒരു പാവ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം അതിനെ കൊന്നുകളയുന്നു. എന്നിട്ട് അവൻ ജയിലിൽ പോയിട്ട് ഇറങ്ങിയിട്ടില്ല, തിരിച്ചവൻ്റെ എന്തെങ്കിലും കോടതിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ തന്നെ അന്തിക്കും ഇത് ഏത് സിനിമാ നടനാടാന്ന്. അതുപോലെ തന്നെ 6 പേരെ സൈനൈഡ് കൊടുത്ത് കൊന്ന കൂടത്തായി ജോളി പാൻറ് ഷർട്ടുമൊക്കെ ഇട്ട് ഒരു മേക്ക് ഓവർ നടത്തിയാണ് ജയിലിൽ നിന്ന് ഇപ്പോൾ പഠിക്കാനും കോടതിയിലും ഒക്കെ വരുന്നത്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയെ കൊന്ന പ്രതി, അതുപോലെ തന്നെയാണ് ഈ ആലുവയിൽ ഒരു 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി. സത്യത്തിൽ അവൻ കിടക്കുന്ന സ്ഥലവും അവൻ്റെ മുഖവും കണ്ടാൽ നമുക്ക് തന്നെ അവനെ കൈയെടുത്ത് 4 എണ്ണം കൊടുക്കാൻ തോന്നും. അത്ര വൃത്തികെട്ട രൂപവും അത്ര വൃത്തിഹീനമായ സ്ഥലവുമാണ് അവൻ കിടന്നിരുന്നതും. അവൻ്റെ വേഷവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ശിക്ഷയൊക്കെ വിധിക്കുന്ന സമയത്ത് ഇവനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആളാകെ മാറി. അന്ന് പിടിച്ചുകൊണ്ടുപോയ പ്രതിയാണോടെ ഇത് എന്ന തരത്തിലേക്ക് ഇവനെയൊക്കെ തീറ്റിച്ച്, ഇവനൊക്കെ കൊന്നിട്ട് ജയിലിൽ കയറുമ്പോൾ നമ്മുടെയൊക്കെ നികുതി പണം എടുത്ത് ഇവനെയൊക്കെ തീറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ജയിലുകളിൽ കണ്ടുവരുന്നത്. മെനു ഒക്കെ ഉണ്ട്. ചപ്പാത്തി, ചിക്കൻ കറി, ചോറ്, രസം, മീൻ ഫ്രൈ, മട്ടൺ, ഇതൊക്കെ തിന്ന് കൊഴുത്ത് കഴിയുമ്പോൾ ഇപ്പം അവിടുത്തെ പൈസയും കൂട്ടി. പിണറായി സർക്കാർ ജയിൽ പുള്ളികൾ പുറത്തിറങ്ങിയാൽ എന്നെ തന്നെ വോട്ടിട്ട് ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് വിജയനാണെങ്കിൽ ജയിൽ പുള്ളികൾക്ക് പൈസയും കൂട്ടി. ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ ചെന്നാൽ ഒരു ദിവസം 400-450 രൂപയായി കൂലി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ജയിൽ മേധാവി DGPS ശ്രീജിത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷയിലും ഭക്ഷണക്രമത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും. ആഡംബര ഭക്ഷണം എന്നതിനേക്കാൾ തടവുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള ഭക്ഷണം നൽകാനാണ് തീരുമാനം. ആഡംബര ഭക്ഷണമൊക്കെ നൽകി തിന്ന് കൊഴിപ്പിച്ച് ഈ തെറ്റ് ചെയ്ത് പ്രായച്ചിത്തോ പശ്ചാത്താപമോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ഇവനൊക്കെ വെളിയിലിറങ്ങിയാൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നത് സർക്കാരിനും അറിയാം, പോലീസിനും അറിയാം, നന്നായിട്ടറിയാം. ഇവനൊക്കെ ഈ ഗോവിന്ദചാമി തന്നെ അവിടെ നിന്ന് ജയിലിൽ ചാടാൻ ചപ്പാത്തി മാത്രം കഴിച്ച വെയിറ്റൊക്കെ കുറച്ചതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. പിന്നീട് അവനെ പിടിക്കാൻ അത്ര എഫിഷ്യൻസായ പോലീസ് നമുക്കുള്ളത് കൊണ്ടാണ് അവനെ പിടിക്കാനെങ്കിലും പറ്റിയത്. ഇല്ലെങ്കിലുള്ളൊരവസ്ഥയോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ജയിൽ സുരക്ഷയ്ക്കായി AI പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം കൂടുതൽ പ്രയോജനപ്പെടുത്തും. ആഡംബര ഭക്ഷണം നൽകുന്നതിനേക്കാൾ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഭക്ഷണക്രമം നടപ്പാക്കാനാണ് നീക്കം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ 869 തടവുകാരിൽ 265 പേർ മാനസിക രോഗങ്ങൾക്കും 15 പേർ HIV ബാധയ്ക്കും 18 പേർ TB തുടങ്ങിയ അസുഖങ്ങൾക്കും ചികിത്സ തേടുന്നവരാണ്. 88 പേർ നിത്യവും മരുന്ന് കഴിച്ചില്ല എങ്കിൽ ജീവൻ അപകടത്തിലാകുന്നവരാണ്. ഇവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പോഷകാഹാരം നൽകുന്നത് വഴി സർക്കാരിന്റെ ചികിത്സാ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. മട്ടൻ പോലുള്ള റെഡ് മീറ്റുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദുർമേധസ്സിനും കാരണമാകുന്നതിനാലും വില കൂടുതലിനാലും അവ ഒഴിവാക്കി. ശരീരത്തിന് ദോഷം വരുത്താത്തതും സാമ്പത്തികമായി ലാഭകരവുമായ ഭക്ഷണ രീതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ജയിൽ മേധാവി പറയുന്നത്. ജയിൽ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം കൂടുതൽ പ്രയോജനപ്പെടുത്തും. വിയ്യൂർ ജയിലിൽ ഇതിനോടകം ഡ്രോൺ നിരീക്ഷണം പരീക്ഷിച്ചു കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ 24 മണിക്കൂർ നേരിട്ട് നിരീക്ഷിക്കുന്നതിന് പകരം AI ഉപയോഗിച്ച് ക്രിട്ടിക്കൽ ഇൻസിഡന്റുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ജയിലിനുള്ളിൽ കത്തി പോലുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൂട്ടം ചേരലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ സിസ്റ്റം തന്നെ ഉടൻ ഉദ്യോഗസ്ഥർക്ക് അലർട്ട് നൽകും. സുരക്ഷാ കാര്യങ്ങൾ സാങ്കേതിക വിദ്യയ്ക്ക് വിട്ടു നൽകുന്നതിലൂടെ ഉദ്യോഗസ്ഥരുടെ സേവനം പൂർണ്ണമായും തടവുകാരുടെ മാനസിക പരിവർത്തനത്തിനായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ അടുത്ത് ദക്ഷിണാഫ്രിക്കയിൽ പോയപ്പോഴുണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളെ മാനേജ്മെന്റ് ഏരിയ എന്നും ഉദ്യോഗസ്ഥരെ കറക്ഷൻ സർവീസ് ഓഫീസേഴ്സ് എന്നുമാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ജയിലുകളുടെ പേര് മാറ്റണമെന്ന അപേക്ഷ ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് പരിഗണിച്ച് വരികയാണ്. തടവുകാരെ കേവലം പൂട്ടിയിടുക എന്നതിന് പകരം അവരുടെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയും സ്വഭാവ രൂപവൽക്കരണം നടത്തുകയും ചെയ്യുന്ന
കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി ജയിലുകൾ മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജയിലിലെത്തുന്ന ഒരാളെ ആദ്യ ആഴ്ചയിൽ തന്നെ കൃത്യമായി വിലയിരുത്തി അയാളുടെ ശിക്ഷാ കാലാവധി തീരുന്നത് വരെയുള്ള ഓരോ ദിവസവും അയാൾ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതി നടപ്പാക്കണം. തടവുകാരെ ശിക്ഷാ കാലാവധിക്ക് ശേഷം സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ല പൗരന്മാരാക്കി മാറ്റുന്നതിൽ ഇത്തരം കറക്ഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, ജയിലുകളിൽ കയറുന്ന ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ട് കയറി തിരിച്ചിറങ്ങുന്നവരെല്ലാം എപ്പോഴും കുറ്റവാളികളായിരിക്കണം എന്നൊന്നുമില്ല. ആളുകൾക്ക് ചിലരൊന്നും ഒരിക്കലും മാറില്ല, ചിലർ മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പീഡിപ്പിച്ചൊക്കെ കൊന്നവൻ്റെ മനസ്സ് എന്തെങ്കിലും നേരെയാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ച് പോകുന്നവൻ, ഗ്രീഷ്മയെ പോലെയുള്ളവർ, ഇവരൊക്കെ നന്നായി തിരിച്ചിറങ്ങുമോ? ഒരാളെ കൊല്ലാനുള്ള ധൈര്യം കാണിക്കുക, ചെറിയ ചെറിയ തെറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ അവരെ തിരുത്താൻ അവർക്ക് കഴിയും എന്ന് ചിന്തിക്കാം. ഇങ്ങനെ വളരെ ക്രൂരമായി കൊലപാതകം ചെയ്യുന്നവനൊക്കെ പുറത്തിറങ്ങി നന്നാവുമെന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം സമൂഹത്തിന് പ്രയോജനപരമാകും എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അത് അദ്ദേഹത്തിൻ്റെ നമ്മൾ കേട്ടിരുന്നു പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ശ്രീജിത്ത് സാറ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ദൃശ്യം സിനിമ എത്രത്തോളം നിങ്ങളുടെ അന്വേഷണത്തെ ബാധിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, അത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതുപോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. കാരണം പല ദൃശ്യം മോഡലിൽ 4 കൊലപാതകങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ ഒരു ട്രൈബൽ ഏരിയയിൽ ഒരു പെൺകുട്ടിയെ, 14 വയസ്സായ ഒരു കുഞ്ഞിനെ ഒരാൾ പീഡിപ്പിക്കുന്നു. എന്നിട്ട് അത് ആ കുഞ്ഞിന് അവിടുത്തെ ഈ കശുവണ്ടി ഇതിൽ വന്ന ആളുകൾ, അവിടെ ജോലിക്കായി എത്തുന്നത് 50-60 പേരുണ്ട്. അപ്പോൾ ആരാണ് എന്ന് ഈ കുഞ്ഞിനറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഒന്നും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പത്രത്തിൽ കൊടുത്തു, ഈ ആളെ കണ്ടെത്തി എന്നുള്ള തരത്തിൽ പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തു. ആ വാർത്തയ്ക്ക് ശേഷം ഈ മുൻകൂർ ജാമ്യത്തിന് ഒരാൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും മുൻകൂർ ജാമ്യത്തിന് ഒരാൾ ശ്രമിക്കണമെങ്കിൽ അയാളെ പ്രതിയെ പിടിച്ചു എന്നോ പ്രതിയെ കണ്ടെത്തിയെന്നോ ആണ് വാർത്ത കൊടുത്തത്. സ്വാഭാവികമായി അങ്ങനെ ഒരാളെ പിടിക്കണമെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ആളെ അടുത്ത് എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ആ കുറ്റവാളി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ അയാളെ പിടികൂടുന്നു. അപ്പോൾ പോലീസിൻ്റെ ചില തന്ത്രപരമായ നീക്കങ്ങളൊക്കെ ഉണ്ട്. ഒരു അഴിച്ചുപണി പോലീസ് മേഖലയിൽ വേണം എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ് ഈ പോലീസുകാർ എന്ന് പറയുന്നത്. പലപ്പോഴും അവർ അങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകുക. അവരുടെ പെരുമാറ്റം, അവരുടെ രീതി, അവർ ജനങ്ങളോട് ഇടപഴകുന്ന രീതി, പല പക വച്ച് പെരുമാറുന്നത് പോലെ ഈ FIR-ലൊക്കെ എന്ത് എഴുതി ചേർത്താലും ഞങ്ങളുടെ കയ്യിലാണ് നിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് വിരട്ടുന്ന, ഭയപ്പെടുത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന പല പോലീസുകാരുമുണ്ട്. അപ്പോൾ എല്ലാ പോലീസുകാരും അങ്ങനെയല്ല. കേരള പോലീസിലെ 95% പോലീസുകാരും നല്ലവർ തന്നെയാണ്. 5% ആ ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ആ മേഖലയെ തന്നെ പറയിപ്പിക്കാനായി നടക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ വഴി ചോദിച്ചാൽ പോലും ചില പോലീസുകാർ കൃത്യമായിട്ട് നമുക്ക് വഴി പറഞ്ഞു തന്ന്, നമുക്ക് പണ്ടൊക്കെ പോലീസിനോടൊരു വഴി ചോദിക്കാനൊക്കെ ഭയമാണ്. ഇപ്പം അങ്ങനെയല്ല. സാർ ആ ഭാഗത്തേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു. ഇനി നമ്മൾ രാത്രി ബസ് ആ റൂട്ടിലേക്ക് ആ സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാർ എന്നെ ഒന്ന് വീട് വരെ കൊണ്ടാക്കും, എനിക്ക് ബസ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ അനുഭവം ഉണ്ട്. എന്നെ നല്ല രീതിയിൽ എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ അകത്ത് കയറുന്നത് വരെ നിന്ന പോലീസുകാർ ഉണ്ട്. പക്ഷെ അങ്ങനെ എല്ലാ പോലീസുകാരും അങ്ങനെയല്ല, വളരെ മോശമായി പെരുമാറുന്ന പോലീസുകാരുണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഈ വാഹനം കിട്ടാത്ത സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാ മേഖലയിലും പുഴിക്കുത്തുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. മാധ്യമപ്രവർത്തകരിൽ ഒരു 100% ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ മേഖലയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവിടെയും 95-98% പുഴിക്കുത്തുകളാണ്. ആരും ആർക്ക് മുകളിൽ കയറാതിരിക്കാൻ എന്തും കാണിക്കാൻ മടിയില്ലാത്തവരാണ് ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നവർ. പോലീസിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ പോലീസ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. പട്ടാളക്കാരും പോലീസുകാരും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു ചെറിയ വീഴ്ച ഉണ്ടായാലും അത് ആഘോഷിക്കപ്പെടും. അവരെ തിരുത്താനായിട്ട് അത് ആഘോഷിക്കപ്പെടുന്നതെന്ന് പറയുമ്പോഴും പലപ്പോഴും അവരെ വേദനിപ്പിക്കാനായിട്ടാണ് അത് ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ പോലീസുകാർക്കിടയിലും നല്ല മനസ്സോടെ നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറാനും
ഇടപഴകാനും അവരുടെ ആവശ്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താനുമൊക്കെ ഉള്ള ഒരു രീതി ഉണ്ടാകണം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പ്രതികളെയൊക്കെ ഇങ്ങനെ തീറ്റി കൊടുത്ത് ഇങ്ങനെ എന്താ പറയുക, ആഹാരം കൊടുത്ത് ഇങ്ങനെ പുഷ്ടിപ്പിച്ച് വളർത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്.